പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സദ്വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2025 ജനുവരി 1 മുതൽ 365 തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് ധ്യാനിക്കാനുള്ള വചനങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു തലക്കെട്ടും അതുമായി ബന്ധപ്പെട്ട വചനങ്ങളും അയച്ചു തരുന്നതായിരിക്കും. വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. നന്ദി. ദിവസം 35 പന്തയം വെക്കുക. ന്യായാധിപന്മാർ 14, 12, 13 വചനങ്ങൾ. ശിംശോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം. വിരുന്നിന്റെ 7 ദിവസത്തിനകം നിങ്ങൾ അത് വീട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാം. വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരണം എന്ന് പറഞ്ഞു. അവരവനോട്, നിന്റെ കടങ്കഥ പറയുക, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. സദൃശവാക്യങ്ങൾ 13 വചനം 11. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും. അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വരും. സദൃശവാക്യങ്ങൾ 23 വചനം 4. ധനവാൻ ആകേണ്ടതിന് പണിപ്പെടരുത്, ബുദ്ധിയോടെ അതിൽ നിന്ന് പിന്തിരിയുക. സദൃശവാക്യങ്ങൾ 28, 20, 22 വചനങ്ങൾ. വിശ്വസ്ത മനുഷ്യൻ വളരെ അനുഗ്രഹിക്കപ്പെടും. ധനവാൻ ആകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കയില്ല. ദുരാഗ്രഹിയായവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു. ദാരിദ്ര്യം വരുമെന്ന് അവൻ അറിയുന്നതുമില്ല. ആമേൻ.